NS ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊൽക്കത്ത ആർജിക്കർ ബലാത്സംഗ കൊല പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി. ഷാരോൺ വധക്കേസ് ഗ്രീഷ്മയുടെയും അമ്മാവന്റെയും ശിക്ഷാവിധി തിങ്കളാഴ്ച. കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1-ന്. ബജറ്റ് സമ്മേളനം 2 ഘട്ടമായി. നടൻ സെയ്ഫ് അലി ഖാന് കുത്തേറ്റ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഗുജറാത്തിലേക്ക്. റഷ്യൻ പട്ടാളത്തിൽ ചേർന്ന 12 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. വാർത്തകൾ വിശദമായി. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് നൽകാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷ ജീവപര്യന്തമാണെന്ന് കോടതി. പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനായി കണ്ടെത്തിയ വിധിയിലാണ് കോടതിയുടെ പരാമർശം. 25 വർഷത്തിലേറെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതി ചെയ്തിരിക്കുന്നതെന്നും കോടതി പറഞ്ഞു. അതേസമയം കുറ്റം ചെയ്തിട്ടില്ലെന്നായിരുന്നു പ്രതിയുടെ പ്രതികരണം. കുറ്റകൃത്യത്തിന് പിന്നിലെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണമെന്നും പ്രതി സഞ്ജയ് റോയ് കോടതിയോട് ആവശ്യപ്പെട്ടു. 2024 ഓഗസ്റ്റ് 9-നാണ് യുവ ഡോക്ടറെ പ്രതി ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയത്. സെമിനാർ ഹാളിലായിരുന്നു ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത്. ഓഗസ്റ്റ് 10-ന് പ്രതി സഞ്ജയ് റോയിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഓഗസ്റ്റ് 13-ന് കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം പോലീസിൽ നിന്നും CBIക്ക് കൈമാറി. തുടർന്ന് 25-അംഗ ടീമിനെ CBI രൂപീകരിച്ചു. സംഭവത്തിന് പിന്നാലെ പ്രിൻസിപ്പാൾ സന്ദീപ് ഘോഷ് രാജിവെക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞിട്ടും ഉടനടി പോലീസിനെ അറിയിച്ചില്ലെന്നും ശരീരത്തിന്റെ കീഴ്ഭാഗത്ത് വസ്ത്രമില്ലാതെ ശരീരത്തിന്റെ പുറത്ത് മുറിവുകളോടുകൂടി അതിജീവിതയെ കണ്ടിട്ടും ആത്മഹത്യയായി അവതരിപ്പിച്ചുവെന്നതടക്കമുള്ള ഗുരുതര വീഴ്ചയിൽ സന്ദീപ് ഘോഷിന്റെ നുണപരിശോധനയും പോലീസ് നടത്തിയിരുന്നു. അന്വേഷണങ്ങൾക്കൊടുവിൽ ഒക്ടോബർ 7-ന് CBI കുറ്റപത്രം സമർപ്പിച്ചു. നവംബർ 29-ന് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ക്രമക്കേടിൽ സന്ദീപ് ഘോഷിനെ പ്രതി ചേർത്തും CBI കുറ്റപത്രം സമർപ്പിച്ചു. ജോലിയിലെ ഇടവേളയ്ക്കിടയിൽ സെമിനാർ മുറിയിൽ വിശ്രമിക്കാൻ പോയ യുവ ഡോക്ടറെ ലോക്കൽ പോലീസിലെ സിവിക് വളണ്ടിയറായ സഞ്ജയ് ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്ന് കൊൽക്കത്തയിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ CBI വ്യക്തമാക്കിയിരുന്നു. കുറ്റപത്രത്തിൽ കൂട്ടബലാത്സംഗത്തെക്കുറിച്ച് പരാമർശിക്കാത്തതിനാൽ സഞ്ജയ് റോയ് ഒറ്റയ്ക്കാണ് അക്രമം നടത്തിയതെന്നാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു ജൂനിയർ ഡോക്ടറായിരുന്നു യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പീഡനത്തിനിരയായി കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമാവുകയായിരുന്നു. യുവ ഡോക്ടറുടെ ശരീരത്തിൽ ആന്തരികമായി 25 മുറിവുകളും ശരീരത്തിന് പുറത്തും പരിക്കുകളുമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. പാറശാല ഷാരോൺ വധക്കേസിലെ ശിക്ഷാവിധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ശിക്ഷാവിധി സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ടതിനു ശേഷം ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ഗ്രീഷ്മയും 3-ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറും കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ഗ്രീഷ്മയോട് ചോദിച്ചിരുന്നു. പറയാനുണ്ടെന്ന് ഗ്രീഷ്മയുടെ അഭിഭാഷകൻ പറഞ്ഞതോടെ ഗ്രീഷ്മയെ ജഡ്ജ് അടുത്തേക്ക് വിളിക്കുകയായിരുന്നു. ഗ്രീഷ്മ ആവശ്യങ്ങൾ എഴുതി നൽകി. ഇതിന് പിന്നാലെ ഗ്രീഷ്മ എഴുതി നൽകിയ കാര്യങ്ങൾ പരിശോധിച്ചു. പിന്നാലെ ജഡ്ജി ഗ്രീഷ്മയോട് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ ഗ്രീഷ്മ വിശദീകരിച്ചു. തുടർന്ന് പഠിക്കണമെന്ന് കോടതിയോട് അഭ്യർത്ഥിച്ച ഗ്രീഷ്മ വിദ്യാഭ്യാസ രേഖകൾ ജഡ്ജിയെ കാണിച്ചു. തനിക്ക് മറ്റ് ക്രിമിനൽ കേസുകൾ ഒന്നുമില്ലെന്ന് ഗ്രീഷ്മ അറിയിച്ചു. 24 വയസ്സ് മാത്രമാണ് പ്രായമെന്നും പരമാവധി ഇളവ് നൽകണമെന്നും ഗ്രീഷ്മ അപേക്ഷിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം. ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത്. സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപാതകം നടത്തുകയായിരുന്നു. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണ്. ക്രൂരനായ ഒരു കുറ്റവാളിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൃത്യം നടപ്പാക്കിയത്. അതിനായി പരിശോധനകൾ നടത്തി. 11 ദിവസം ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച കൊലപാതകമാണ്, അവിചാരിതമല്ല. വിദ്യാസമ്പന്നയായ യുവതി വിവരങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത്. ഷാരോണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു. കുറെ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത്. പ്രതിക്ക് മനസ്താപമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അപ്പോ ഗ്രീഷ്മ കോടതിയോട് പറയാനുണ്ട് എന്നുള്ള ഒരു കാര്യം അടുത്ത് ചെന്ന് പറഞ്ഞു. അതായത് MA ലിറ്ററേച്ചർ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി എന്നും മുമ്പ് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ല എന്നും അതുപോലെ തന്നെ പാരന്റ്സിന് ഒറ്റ മകളാണെന്നും അതുകൊണ്ട് മറ്റ് ശിക്ഷ വളരെ കുറഞ്ഞ ഒരു
അതായത് ഈ നിയമം അനുശാസിക്കുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷ തരണം എന്ന് മാത്രമാണ് ഗ്രീഷ്മ പറഞ്ഞത്. പിന്നെ അതിനുശേഷം പ്രോസിക്യൂഷന്റെ വാദം കേട്ടു, അതുപോലെ ഡിഫൻസിന്റെയും വാദം കേട്ടു. വാദം കേട്ടതിന് ശേഷം വിധി പറയാനായിട്ട് 20-ാം തീയതിയാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിഭാഗം കൊലപാതകം അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഗത്യന്തരമില്ലാതെ ചെയ്തു എന്ന് അങ്ങനെയാണോ? അതായത് ഇപ്പോ ഇത് ഒരു മർഡർ നടന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഒരു ജസ്റ്റിഫയബിൾ മർഡർ ആയിട്ട് മാത്രമേ കരുതാവൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കരുത് എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. അതിന്റെ പ്രധാന കാരണം വീണ്ടും ഗ്രീഷ്മയ്ക്ക് ഒരു ചിന്തനം ഉണ്ടായിട്ട് ഒരു നന്നാവാനുള്ള ഒരു റിഫർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുക്കണമെന്നാണ് പ്രതിഭാഗത്തിന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് ഇതിലൊക്കെ ഷാരോണാണ് ഇക്കാര്യത്തിൽ ഒരു സാഹചര്യത്തിൽ അത് ഉണ്ടാക്കിയത്. അതായത് ആത്മഹത്യ ചെയ്യാനായിട്ട് ഗ്രീഷ്മ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഷാരോണാണെന്നാണ് പ്രതിഭാഗത്തിന്റെ ഒരു ആരോപണം. അതായത് തീർച്ചയായിട്ടും അതായത് അങ്ങനെ ഒരു ആരോപണം ഇപ്പോ ഇന്നത്തെ വാദത്തിൽ പറഞ്ഞിരുന്നു. കാരണം അതില് അവർ ഒരുമിച്ച് കഴിഞ്ഞ സമയങ്ങളിൽ ചില ഫോട്ടോഗ്രാഫുകൾ എടുത്തിരുന്നു എന്നും ആ ഫോട്ടോഗ്രാഫുകൾ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു കാരണത്തിൽ ആത്മഹത്യ അല്ലാതെ വേറൊരു മാർഗമില്ല എന്നൊരു സാഹചര്യത്തിൽ അതിന് ശ്രമിച്ചു എന്നും പിന്നെ കൂടാതെ ഷാരോണിനെ ഒഴിവാക്കേണ്ടുന്ന ഒരു ജസ്റ്റിഫയബിൾ മർഡർ എന്നുള്ള രീതിയിലാണ് ബാക്കി പ്രതിഭാഗം ആരോപിച്ചത്. ജസ്റ്റിഫയബിൾ മർഡർ എന്ന് പറയുമ്പോൾ പ്രതിഭാഗം നേരത്തെ തന്നെ വിചാരണ വേളയിൽ ഉന്നയിച്ചതായതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? ഇല്ല, ഇന്നത്തെ സംബന്ധിച്ച് ഇന്ന് ആർഗ്യൂ ചെയ്തത് യഥാർത്ഥത്തിൽ ഈ തെളിവെടുക്കുന്ന സമയത്ത് വന്നതിലല്ലാതെ ഈ യഥാർത്ഥത്തിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമോ അതല്ലെങ്കിൽ ജീവപര്യന്തം ആയിട്ട് നിർത്തിയാൽ മതിയോ എന്നുള്ള സാഹചര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസും അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസും തമ്മിലൊരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു ആർഗ്യുമെന്റ് ആണ് ഇന്ന് ഡിഫൻസും അതുപോലെ പ്രോസിക്യൂഷനും അവിടെ നടത്തിയത്. അല്ല, ഈ കാര്യങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളായിരുന്നില്ല. ഓക്കെ സാർ, ഇതിലെ പരമാവധി ശിക്ഷ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ ഈ വാദം കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു സന്ദേശം സമൂഹത്തിന് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു വിധി ഉണ്ടാകുമെന്നാണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു പ്രണയത്തെ ഇല്ലാതാക്കി എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, ഇത് അങ്ങനെ ഒരു മോശം സന്ദേശം കൊടുത്ത ഒരു കൊലപാതകം എന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ പ്രണയം എന്ന് പറയുന്നത് വളരെ പരിപാവനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയും ഈ ഷാരോൺ രാജിന് പ്രണയം നടിച്ച് വിശ്വാസ വഞ്ചന നടത്തി വിളിച്ചു വരുത്തി ഒരു കൊലപാതകം നടത്തി എന്നുള്ള നിസ്സംശയം കോടതിയിൽ സാഹചര്യ തെളിവുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാവനമായിട്ടുള്ള ഈ പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ തന്നെ കൊല ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി പ്രോസിക്യൂഷൻ അവിടെ പറഞ്ഞു. അങ്ങനെ അതിലൂടെ ഈ ഷാരോൺ രാജിനെ മാത്രമല്ല ഈ പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ കൂടെ ഈ യുവാക്കളുടെ ഇടയിലും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇടയിലും അതൊരു കൊല നടത്തി എന്നുള്ളൊരു വാദം കൂടി പ്രോസിക്യൂഷനോട് ഉന്നയിച്ചു. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫ്രെയിംവർക്ക് കരാറിലെ ചില വ്യവസ്ഥകൾ ടീകോം പൂർണ്ണമായി പാലിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച സർക്കാർ. ടീകോമുമായി ചർച്ച നടത്തി കരാറിൽ നിന്ന് പരസ്പര ധാരണയോടെയുള്ള പിന്മാറ്റ നയം ആവിഷ്കരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും സർക്കാർ വ്യക്തമാക്കി. കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ടീകോമിന്റെ ഓഹരികൾ ഏറ്റെടുത്ത് പണം നൽകാൻ സർക്കാരിന് അർഹതയുണ്ടെന്നും ഇതിനുള്ള തുക നിശ്ചയിച്ചിട്ടില്ലെന്നുമാണ് ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക വിദ്യാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ടീകോമിനെ നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനം വിവാദമായതിനു പിന്നാലെ കമ്പനിക്ക് നൽകുന്നത് നഷ്ടപരിഹാരമല്ലെന്നും ഓഹരി വില മടക്കി നൽകുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. എന്നാൽ മന്ത്രിസഭാ തീരുമാനപ്രകാരം IT സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ ടീകോമിനെ നഷ്ടപരിഹാരം നൽകാൻ സ്വതന്ത്ര ഇവാലുവേറ്ററെ നിയമിക്കുന്നുവെന്നാണ് വ്യക്തമാക്കിയത്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഫ്രെയിം വർക്ക് കരാറിൽ നിന്ന് പിന്മാറുന്നതായി ടീകോം കമ്പനിയാണ് സർക്കാരിനെ അറിയിച്ചത്. ഇതിനൊപ്പം കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയതായി ദുബായ് ഹോൾഡിംഗ്സ് കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് ലഭിച്ചിരുന്നുവെന്നും സർക്കാർ സ്ഥിരീകരിക്കുന്നു. ഉചിതമായ തീരുമാനം എത്രയും പെട്ടെന്ന് കൈക്കൊള്ളുമെന്ന് ദുബായ് ഹോൾഡിംഗ് കമ്പനിയെ സർക്കാർ അറിയിച്ചു. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോം പിൻവാങ്ങാൻ കാരണം സർക്കാർ നടത്തിയ കരാർ ലംഘനമാണെന്ന് സ്മാർട്ട് സിറ്റി മാനേജിംഗ് ഡയറക്ടർ ഖാലിദ് അൽ മാലിക് സർക്കാരിനെ 2022 കത്തയച്ചിരുന്നു. സംസ്ഥാന സർക്കാരും ഇൻഫോ പാർക്കും ടീകോം ഇൻവെസ്റ്റ്മെന്റ്സും സ്മാർട്ട് സിറ്റിയും തമ്മിൽ 2007 മെയ് 13 പദ്ധതിയുടെ കരാർ ഒപ്പിട്ടത്. 2011 ഫെബ്രുവരിയിൽ ഭൂമി വിട്ടു നൽകുന്നതിനായി 2 പാട്ട കരാറുണ്ടാക്കി. 246 ഏക്കറാണ് കൈമാറേണ്ടിയിരുന്നത്.
ഈ ഭൂമി പൂർണ്ണമായി കൈമാറുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നാണ് 2022 ഖാലിദ് അൽ മാലിക് അയച്ച കത്തുകളിലെ പ്രധാന ആരോപണം. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടീകോമിനെ നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതോടെ ടീകോം വാങ്ങിയ 84% ഓഹരിയുടെ വില തിരിച്ചു കൊടുക്കുന്നതിന് പുറമെ കോടികളുടെ നഷ്ടപരിഹാര തുകയും സർക്കാർ നൽകേണ്ടിവരുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1 അവതരിപ്പിക്കും. ഈ മാസം 31 മുതൽ 2 ഘട്ടമായാകും ബജറ്റ് സമ്മേളനം ചേരുക. ഫെബ്രുവരി 13 വരെയാണ് ആദ്യഘട്ടം. മാർച്ച് 10 മുതൽ ഏപ്രിൽ 4 വരെയാണ് രണ്ടാം ഘട്ടം. ഫെബ്രുവരി 7 സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുക. കേന്ദ്ര ബജറ്റിൽ റെയിൽവേ വികസനത്തിന് കാര്യമായ നീക്കിയിരിപ്പ് ഉണ്ടായേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. മൊത്തം മൂലധന വിഹിതത്തിൽ 15% മുതൽ 20% വരെ അധിക വിഹിതം നൽകാനാണ് സാധ്യത. 2.65 ലക്ഷം കോടിയിൽ നിന്ന് 3 ലക്ഷം കോടി രൂപയായി മൂലധന വിഹിതം കൂട്ടാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച 2.65 ലക്ഷം കോടി രൂപയിൽ 2 ലക്ഷം കോടി രൂപയും റെയിൽ മന്ത്രാലയം വിനിയോഗിച്ചിട്ടുണ്ട്. സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്കും വിഹിതം പൂർണ്ണമായി ഉപയോഗിക്കാനാണ് സാധ്യത. ഈ പശ്ചാത്തലത്തിലാണ് ബജറ്റിൽ അധിക വിഹിതം അനുവദിക്കാൻ ധനമന്ത്രാലയം ആലോചിക്കുന്നത്. ആധുനികവൽക്കരണ പദ്ധതിയിൽ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുകയും ദീർഘദൂര യാത്രക്കാർക്കായി വന്ദേ സ്ലീപ്പർ ട്രെയിനുകൾ ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ ആരംഭിക്കുകയും ചെയ്തേക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പുതിയ ട്രാക്കുകൾ സ്ഥാപിക്കൽ, നിലവിലുള്ള ലൈനുകൾ നവീകരിക്കൽ, പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായി റെയിൽവേ ശൃംഖലയിലെ തിരക്ക് കുറയ്ക്കൽ, വർദ്ധിച്ചു വരുന്ന ആവശ്യം പരിഗണിച്ച് പുതിയ ലോക്കോമോട്ടീവുകൾ, വാഗണുകൾ, കോച്ചുകൾ എന്നിവയ്ക്കായി ഫണ്ട് അനുവദിക്കൽ എന്നിവ പരിഗണനയിലുണ്ട്. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ ഇടനാഴിക്ക് കൂടുതൽ പണം ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പദ്ധതിക്കായി നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിനെ 2025 സാമ്പത്തിക വർഷത്തിൽ 21,000 കോടി രൂപ നൽകിയിട്ടുണ്ട്. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു. 2025 സാമ്പത്തിക വർഷത്തിൽ വിഭാവനം ചെയ്ത 10,000 കോടി രൂപയുടെ നിക്ഷേപത്തിന്റെ 90% ജനുവരി പകുതിയോടെ കൈവരിച്ചിരുന്നു. 2025 സാമ്പത്തിക വർഷത്തിൽ റെയിൽവേ വൈദ്യുതീകരണം, ഗേജ് പരിവർത്തനം, പാത ഇരട്ടിപ്പിക്കൽ എന്നിവയുൾപ്പെടെയുള്ള പദ്ധതികൾക്കായി 1.2 ലക്ഷം കോടി രൂപയാണ് നീക്കിവെച്ചത്. ഈ മേഖലകൾക്ക് നിക്ഷേപം തുടർന്നും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. റഷ്യൻ പട്ടാളത്തിൽ ചേർന്ന 12 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. നിലവിൽ തിരിച്ചെത്തുവാനുള്ള 18 ഇന്ത്യക്കാരിൽ 16 പേരെ കാണാനില്ലെന്ന് റഷ്യ അറിയിച്ചതായും വിദേശകാര്യ വക്താവ് പറഞ്ഞു. യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ട തൃശൂർ സ്വദേശി ബിനിൽ ബാബുവിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമം തുടരുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ച ഞെട്ടിക്കുന്ന കണക്കുകളാണ് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടത്. തൃശൂർ സ്വദേശി ബിനിൽ ബാബു ഉൾപ്പെടെ 12 പേരാണ് ഇതുവരെ റഷ്യ യുക്രൈൻ യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടത്. ആകെ 126 ഇന്ത്യക്കാരാണ് റഷ്യൻ സൈന്യത്തിൽ ചേർന്നത്. ഇതിൽ 96 പേർ നാട്ടിൽ തിരിച്ചെത്തി. നിലവിൽ 18 ഇന്ത്യക്കാർ റഷ്യൻ സൈന്യത്തിനൊപ്പമുണ്ടെന്നാണ് കണക്ക്. എന്നാൽ ഇതിൽ 16 പേരെ കാണാതായവരുടെ പട്ടികയിലാണ് റഷ്യ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബിനിൽ ബാബുവിനൊപ്പം റഷ്യൻ സൈന്യത്തിൽ പോയി യുദ്ധമുഖത്ത് പരിക്കേറ്റ ജെയിൻ മോസ്കോവിൽ ചികിത്സയിൽ തുടരുകയാണ്. ബിനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ റഷ്യൻ എംബസി റഷ്യൻ അധികൃതരുമായി ചർച്ചയിലാണ്. ജെയിനിയും ഉടൻ നാട്ടിൽ തിരിച്ചെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കാണാതായ 16 പേരുടെ വിവരങ്ങൾ ഇനിയും വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല. റഷ്യൻ സൈന്യത്തിൽ ചേർന്ന ഇന്ത്യക്കാരെ തിരിച്ചയക്കാൻ നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണയായത്. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരെ എത്രയും വേഗം തിരിച്ചയക്കണമെന്ന ആവശ്യം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചത്. സമാനമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട മലയാളി യുവാവിനെ എത്രയും വേഗം സൈനിക സേവനത്തിൽ നീക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. മനുഷ്യക്കടത്തിനിരയായ യുവാക്കളെ രക്ഷിച്ച് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് ബിനിൽ ബാബുവിന്റെ മരണം. അതേസമയം ബിനിൽ ബാബുവിന്റെ ഒപ്പമുണ്ടായിരുന്ന തൃശൂർ കുറാഞ്ചേരി സ്വദേശി ജെയിനാണ് റഷ്യൻ അധിനിവേശ യുക്രൈനിൽ നിന്നും റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ എത്തിയത്. ജെയിൻ തന്നെയാണ് വാട്സപ്പ് കോളിലൂടെ മോസ്കോയിൽ എത്തിയ വിവരം കുടുംബാംഗങ്ങളെ അറിയിച്ചത്. യുക്രൈനിലുണ്ടായ ഷെല്ലാക്രമണത്തിൽ ജെയിനും പരിക്കേറ്റിരുന്നു. ശേഷം കുറച്ചുനാൾ അവിടെയുള്ള ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കുടുംബ സുഹൃത്ത് വഴി കഴിഞ്ഞ ഏപ്രിലിലാണ് ബിനിലും ജെയിനും റഷ്യയിലേക്ക് പോയത്.
ഇലക്ട്രീഷ്യൻ ജോലിയെന്ന് പറഞ്ഞാണ് ഇരുവരെയും റഷ്യയിലേക്ക് കൊണ്ടുപോയത്. പിന്നീടാണ് അവിടെ പെട്ടുകിടക്കുകയാണെന്ന് മനസ്സിലായത്. അവിടുത്തെ മലയാളി ഏജന്റ് കബളിപ്പിച്ചാണ് ഇരുവരെയും കൂലിപ്പട്ടാളത്തിനൊപ്പം അകപ്പെടുത്തിയത്. ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ക്യാപിറ്റോൾ മന്ദിരത്തിനകത്തേക്ക് മാറ്റി. തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ ആർട്ടിക് സമാനമായ ശൈത്യത്തിനുള്ള സാധ്യത കണക്കിലെടുത്താണ് അസാധാരണ നടപടി. തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ -12°C തണുപ്പാണ് പ്രവചിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അസാധാരണ നടപടിയെന്ന് അധികൃതർ അറിയിച്ചത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കാഴ്ചകൾക്കാണ് സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ക്യാപിറ്റോൾ മന്ദിരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അക്ഷരാർത്ഥത്തിൽ പഴുതടച്ച സുരക്ഷയ്ക്ക് നടുവിലാകും തിങ്കളാഴ്ച ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുക. ക്യാപിറ്റോൾ ഹിൽ മുതൽ വൈറ്റ് ഹൌസ് വരെ ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരത്തിലുള്ള എല്ലാ തെരുവുകളും ഇതിനകം അടച്ചുപൂട്ടിക്കഴിഞ്ഞു. ആക്രമണങ്ങൾ തടയാനായി കോൺക്രീറ്റ് ബാരിക്കേഡുകളും പടുകൂറ്റൻ വാഹനങ്ങളും ഉപയോഗിച്ചാണ് തെരുവുകൾ അടച്ചുപൂട്ടിയത്. US പ്രസിഡന്റ് സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ ചരിത്രത്തിൽ ഏറ്റവും സൈനികവൽക്കരിക്കപ്പെട്ട സത്യപ്രതിജ്ഞയാകും ഡൊണാൾഡ് ട്രംപിന്റേത്. 7800 സൈനികരെയാണ് സുരക്ഷയ്ക്കായി തലസ്ഥാനത്ത് വിന്യസിച്ചത്. രാജ്യമെമ്പാടു നിന്നുമുള്ള 25,000 പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷ ഉറപ്പാക്കാനായി അവിടെ എത്തിയിട്ടുണ്ട്. അതിനിടെ US അധികാര കൈമാറ്റ ചടങ്ങിൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യരാജ്യമായി കരുതപ്പെടുന്ന ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കിയർ സ്റ്റാമർക്ക് ക്ഷണമില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വാഷിംഗ്ടണിലെ അംബാസഡർ രാജ്യത്തെ പ്രതിനിധീകരിക്കുമെന്ന് ബ്രിട്ടീഷ് അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ് പങ്കെടുക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരുന്നോ എന്നതിന് ഇന്ത്യക്ക് ക്ഷണമുണ്ട്, വിദേശകാര്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വിദേശകാര്യ വകുപ്പിന്റെ മറുപടി. ഇതാദ്യമായാണ് US പ്രസിഡന്റിന്റെ അധികാരമേറ്റെടുക്കൽ ചടങ്ങിലേക്ക് ഏതാനും വിദേശ ഭരണത്തലവന്മാരെ ക്ഷണിച്ചിരിക്കുന്നത്. സാധാരണ വിദേശ രാജ്യങ്ങളുടെ വാഷിംഗ്ടണിലെ എംബസിക്കാണ് ക്ഷണം നൽകാറുള്ളത്. അംബാസഡർമാരാണ് അതതു രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ചടങ്ങിൽ സംബന്ധിക്കാറുള്ളത്. കടുത്ത വലതുപക്ഷക്കാരായി അറിയപ്പെടുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോനി, അർജന്റീന പ്രസിഡന്റ് ഹവിയർ മിലൈ, എൽ സൽവദോർ പ്രസിഡന്റ് നയീബ് ബുക്കേലെ, ബ്രസീൽ മുൻ പ്രസിഡന്റ് ജയർ ബോൾസനാരോ, ബ്രിട്ടനിലെ റിഫോമിസ്റ്റ് പാർട്ടി നേതാവ് നൈഗൽ ഫറാഷ് തുടങ്ങിയവരെ കൂടാതെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും ട്രംപ് ക്ഷണിച്ചിട്ടുണ്ട്. ഷീ പങ്കെടുക്കില്ല. വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ് ചൈനയെ പ്രതിനിധീകരിക്കും. പാലക്കാട് ബ്രൂവറിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട മന്ത്രി MB രാജേഷിനെതിരെ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വന്തം ജില്ലയിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുവാൻ മന്ത്രി മുന്നിട്ട് ഇറങ്ങുന്നുവെന്ന് VD സതീശൻ പറഞ്ഞു. MB രാജേഷ് പറയുന്നത് പച്ചക്കള്ളമാണ്. പുതിയ നയത്തിന് വിരുദ്ധമായിട്ടാണ് നിലവിലെ പദ്ധതിയെന്നും VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ബ്രൂവറിക്ക് അനുമതി നൽകിയ കമ്പനി ദില്ലി മദ്യനയ കേസിൽ ഉൾപ്പെട്ട കമ്പനിയാണ്. മന്ത്രിക്ക് വിഷയദാരിദ്ര്യമാണ്. കോളേജ് തുടങ്ങാൻ വേണ്ടിയാണ് കമ്പനി 2 വർഷം മുൻപ് സ്ഥലം വാങ്ങിയത്. ഉടമ കേസിൽ അറസ്റ്റിലായ വ്യക്തിയാണ്. പാലക്കാട് ഭൂഗർഭ ജലക്ഷാമമുണ്ട്. രഹസ്യമായി എന്തുകൊണ്ട് ഈ കമ്പനിയുമായി ചർച്ച നടത്തിയെന്നും മറ്റു കമ്പനികളെ എന്തുകൊണ്ട് അറിയിച്ചില്ലെന്നും VD സതീശൻ ചോദിച്ചു. പുതിയ നയത്തിന് വിരുദ്ധമായിട്ടാണ് നിലവിലെ പദ്ധതി. പഞ്ചാബിലെ ഈ കമ്പനിയുടെ പ്ലാന്റ് നടത്തിയത് വലിയ മലിനീകരണമാണ്. കമ്പനി വേസ്റ്റ് ഭൂഗർഭ കിണറ്റിലൂടെ പുറന്തള്ളി 4 കിലോമീറ്റർ ഭൂഗർഭജലം മലിനമാക്കി. കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും VD സതീശൻ പറഞ്ഞു. താനും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഭിന്നതയെന്ന് ചിത്രീകരിക്കുകയാണ്. ചെന്നിത്തലയുമായി ഒരു ഭിന്നതയുമില്ല. തർക്കമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പരിഹരിച്ചോളാമെന്നും സതീശൻ പറഞ്ഞു. അതേസമയം വിവാദങ്ങൾക്കിടയിലും മധ്യപ്രദേശ് ആസ്ഥാനമായ ഒയാസിസ് എന്ന കമ്പനിക്ക് പാലക്കാട് കഞ്ചിക്കോട് സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. ബ്രൂവറി ആരംഭിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു. ജലം നൽകുന്നത് ജല അതോറിറ്റിയാണെന്നും ഇതിനായി കരാറിലെത്തിയെന്നും ഉത്തരവിൽ പറയുന്നു. പ്രാരംഭ പ്രവർത്തനത്തിനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് പുറത്തിറങ്ങിയത്. 600 കോടി രൂപ മുതൽ മുടക്കിലാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ഉത്തരവിൽ പറയുന്നു. 4 ഘട്ടമായാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റിനാണ് ആദ്യഘട്ടത്തിൽ അനുമതി. ഉപയോഗശൂന്യമായ അരി, ചോളം, പച്ചക്കറി വേസ്റ്റ്, മരച്ചീനി, സ്റ്റാർച്ച് എന്നിവയാണ് കമ്പനി മദ്യനിർമ്മാണത്തിന് അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്നത്. ഇത് കേരളത്തിലെ കാർഷിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ കഞ്ചിക്കോട്ടെ ബ്രൂവറി കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം നൽകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ മദ്യനിർമ്മാണ യൂണിറ്റിനെ കുറിച്ച്
ഞങ്ങൾ ഗുരുതരമായ 2 ആക്ഷേപം ഞാൻ ഇന്നലെ ഉന്നയിച്ചു, ഉത്തരവാദിത്തത്തോടു കൂടി. അതിന് തലേ ദിവസം ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി കമ്പനിയെ പ്രകീർത്തിക്കുകയായിരുന്നു. കമ്പനി ഭയങ്കര സംഭവമാണ് എന്നാണ് പറഞ്ഞത്. ആ കമ്പനിയെ പറ്റി 2 ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പെട്ട കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഉടമയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കേസിൽ പെട്ട് കിടക്കുകയാണ്. 1. 2, ഇവർ പഞ്ചാബിൽ ആരംഭിച്ച ഒരു മദ്യനിർമ്മാണ യൂണിറ്റ് ആ പ്ലാന്റിൻ്റെ 4 കിലോമീറ്ററിലധികം ഭാഗത്തെ മുഴുവൻ ഭൂഗർഭജലവും ഇവർ മലിനമാക്കി. ഇവരുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മുഴുവൻ ഇവർ ബോർവെല്ലിൽ കൂടി ഭൂഗർഭജലത്തിലേക്ക് അടിച്ചുവിടുമായിരുന്നു. എന്നിട്ട് അവിടെ ഭയങ്കരമായ സമരം നടന്ന് ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പനി. അപ്പം ഞങ്ങൾ ഉന്നയിച്ച അഴിമതി, ജലമലിനീകരണം, ഈ 2 കാര്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ടുള്ള കാര്യമാണ്. ഒരക്ഷരം മന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടല്ലേ ഞാൻ അദ്ദേഹത്തോട് 2 ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണത്തിന് മറുപടി പറയാതെ കോൺഗ്രസ്സിൽ ഞാനും രമേശ് ചെന്നിത്തലയും തമ്മിൽ തർക്കമെന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കമില്ല. ഞങ്ങൾ ഈ കാര്യങ്ങളും അന്ന് അദ്ദേഹം ബ്രൂവറിക്കെതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് എടുത്തു. അതിൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനും അതിശക്തമായ നിലപാട് തിരിച്ചു വന്നപ്പെടുത്തു. അദ്ദേഹവുമായിട്ട് കൂടിയാലോചിച്ചിട്ടാണ് ഞങ്ങളെല്ലാം എടുക്കുന്നത്. ഇനി മന്ത്രി രാജേഷിന് വിഷമമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പത്രസമ്മേളനം നടത്താം, ഞാനും രമേശ് ചെന്നിത്തലയും കൂടി. ഇതൊക്കെ വിഷയദാരിദ്ര്യം. ഇദ്ദേഹം ചെറിയ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതാവുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുക എന്ന് പറയും. അതാണ് വിഷയദാരിദ്ര്യം. രമേശ് ചെന്നിത്തല കോൺഗ്രസ്സിലെ തർക്കം അതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കി. ചോദിച്ചതിന് മറുപടി വേണം. ഞാൻ ചോദിച്ചാൽ എന്ത് കിട്ടിയെന്ന് ചോദിച്ചല്ലോ, എന്ത് കിട്ടി? എന്നിട്ടിപ്പോൾ പുതിയ കാര്യം പറയാം. നിങ്ങൾ മദ്യനയത്തിൻ്റെ പോയിന്റ് 24 നോക്കൂ. പോയിന്റ് 24 എന്താ എഴുതി വെച്ചേക്കണം? മദ്യനയത്തിൻ്റെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കാൻ ഉള്ള അനുമതി കൊടുക്കും. ഓക്കെ, ഇവിടെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കാനുള്ള അനുമതി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. എത്തനോൾ പ്ലാന്റ്, മൾട്ടി ഫീൽഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, IMFL ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി പ്ലാന്റ്, ബ്രൂവറി, അതുപോലെ വൈൻ പ്ലാന്റ്, ബ്രാൻഡി പ്ലാന്റ്, സ്പിരിറ്റ് പ്ലാന്റ്, ഇതൊക്കെ കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ മറവിൽ. അപ്പോൾ പോയിന്റ് 24 ഞങ്ങൾ കണ്ടു. പോയിന്റ് 24 പറഞ്ഞിരിക്കുന്ന അല്ല കൊടുത്തിരിക്കുന്നത്. പച്ചക്കള്ളമാണ് മന്ത്രി പറയുന്നത്. പോയിന്റ് 24 ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ. അടുത്ത പോയിന്റ്, എന്തിനാ ടെൻഡർ കൊടുത്താൽ പോരെയെന്ന്. ശരി, എല്ലാവർക്കും അനുമതി കൊടുക്കുമെങ്കിൽ ഓക്കെ. പക്ഷേ ഇങ്ങനെ മദ്യനയം മാറ്റി ഇങ്ങനെ മദ്യനിർമ്മാണശാലകൾക്ക് അനുമതി കൊടുക്കുന്ന കാര്യം സമാനമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കമ്പനി അറിഞ്ഞിട്ടുണ്ടോ? അവൻ്റെ ചോദ്യം. എല്ലാവർക്കും കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്. ഇവർക്ക് കൊടുത്തപ്പോൾ ഇങ്ങനെ മദ്യനയം മാറ്റിയതും ഏതു തരത്തിലുള്ള മദ്യനിർമ്മാണ യൂണിറ്റിനും കേരളത്തിൽ അനുമതി കൊടുക്കുമെന്ന് കേരളത്തിലെ സമാന മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തെയോ രാജ്യത്തെയോ, ഇത് മധ്യപ്രദേശിലെ കമ്പനിയാണ്, കേരള കമ്പനിയല്ല, കേരളത്തിലെയോ രാജ്യത്തെയോ ഏതെങ്കിലും കമ്പനി അറിഞ്ഞിട്ടുണ്ടോ? ഇത് മന്ത്രിയും ചില ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടാണ്. സഹോദരി ഉഷ മോഹൻദാസുമായുള്ള സ്വത്ത് തർക്ക കേസിലെ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തുവന്നതിൽ പ്രതികരണവുമായി മന്ത്രി KB ഗണേഷ് കുമാർ. കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ തുടക്കം മുതലേ ഉണ്ടെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. സത്യം ഇഴഞ്ഞു പോകുമ്പോൾ അസത്യം പാഞ്ഞു പോകുമെന്നും KB ഗണേഷ് കുമാർ വ്യക്തമാക്കി. ഒരു ക്രമക്കേടും ജീവിതത്തിൽ കാണിച്ചിട്ടില്ല. കോടതിയുടെ അന്തിമോത്തരവിന് വേണ്ടി കാത്തിരിക്കുന്നു. പൊതുജനമധ്യത്തിലേക്ക് കുടുംബകാര്യങ്ങൾ വലിച്ചിഴക്കേണ്ടിയിരുന്നു എന്ന് പ്രശ്നമുണ്ടാക്കിയവർ പരിശോധിക്കണമെന്നും ഗണേഷ് കുമാർ വിമർശിച്ചു. മാധ്യമങ്ങളെ അവർ തെറ്റിദ്ധരിപ്പിച്ചു. താൻ ദൈവവിശ്വാസിയാണ്. മന്ത്രിയാവുക എന്നതല്ല ഒരാളുടെ ജീവിതത്തിലെ അന്തിമ ലക്ഷ്യമെന്നും സമാധാനത്തോടെ ജീവിക്കുക എന്നതാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. അച്ഛൻ R ബാലകൃഷ്ണപിള്ള തയ്യാറാക്കിയ വിൽപത്രത്തിലെ ഒപ്പുകൾ വ്യാജമാണെന്ന് കാട്ടി സഹോദരി ഉഷ കോടതിയിൽ പരാതി നൽകിയിരുന്നു. ബാലകൃഷ്ണപിള്ളയുടെ അവസാന കാലത്ത് ആരോഗ്യനില മോശമായിരുന്നുവെന്നും ആ സമയത്ത് ഗണേഷ് കുമാർ വ്യാജൊപ്പിട്ട് സ്വത്ത് കൈക്കലാക്കിയതാണെന്നായിരുന്നു സഹോദരി ഉഷയുടെ ആരോപണം. കൊട്ടാരക്കര മുൻസിഫ് കോടതി വിൽപത്രത്തിലെ ഒപ്പുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലാബോറട്ടറിക്ക് നൽകിയിരുന്നു. ഇന്നലെ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം വിശദമായ റിപ്പോർട്ട് കോടതിയിൽ നൽകി. ഈ ഒപ്പുകളെല്ലാം R ബാലകൃഷ്ണപിള്ളയുടേതാണെന്നാണ് കണ്ടെത്തൽ. ഇതോടെ കേസ് ഗണേഷ് കുമാറിന്റെ നിലപാടിനെ അനുകൂലമായാണ് കണ്ടെത്തൽ. ഈ തർക്കത്തിന്റെ പേരിലാണ് ആദ്യ 2.5 വർഷം മന്ത്രിസ്ഥാനത്ത് നിന്ന് ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തിയത്. മുഖ്യമന്ത്രിക്ക് ഉഷ മോഹൻദാസ് പരാതി നൽകിയതിനെ തുടർന്നാണ് മന്ത്രിസ്ഥാനം നൽകാൻ മുഖ്യമന്ത്രിയും ആദ്യം മടിച്ചത്. പിന്നീട് ഘടകകക്ഷികളുടെ ധാരണ പാലിക്കാൻ ഇടതുമുന്നണി തയ്യാറായപ്പോഴാണ്
2.5 വർഷം കഴിഞ്ഞ് മന്ത്രിസ്ഥാനം ഗണേഷ് കുമാറിനെ ലഭിച്ചത്. കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ ആദ്യം മുതൽ തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു ഘട്ടമാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയിൽ പരിഗണിക്കുന്നൊരു വിഷയത്തിൽ വിശദമായൊരു ചർച്ച ചെയ്യാൻ തയ്യാറല്ല. എങ്കിൽ പോലും ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശപ്രകാരം ഈ ഡോക്യുമെൻറ്റുകൾ മുഴുവൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ബഹുമാനപ്പെട്ട കോടതിയിൽ അത് സമർപ്പിക്കപ്പെട്ടപ്പോൾ നമ്മളതിൻ്റെ ഒരു പകർപ്പ് വാങ്ങിച്ചു. കാണുമ്പോൾ വളരെ ആശ്വാസമുണ്ട്. കാരണം ചെയ്യാത്ത കുറ്റത്തിന് ആരോപണം ഉന്നയിക്കുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത് കഴിഞ്ഞു. ശിക്ഷയും കഴിഞ്ഞു. സാധാരണ കുറ്റം ചെയ്താൽ വിചാരണയുണ്ട്. വിചാരണയുണ്ടായില്ല, ശിക്ഷയും കഴിഞ്ഞു. എങ്കിലും സത്യം വളരെ പതുക്കെ പുറത്തു വരത്തുള്ളൂ. സത്യം ഇഴഞ്ഞു പോകുമ്പോൾ അസത്യം പാഞ്ഞു പോകും. അപ്പോൾ സത്യം ഇഴഞ്ഞാണെങ്കിലും വരും എന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കൃത്രിമം കാണിക്കുന്ന ഒരാളല്ല. അതിലെനിക്ക് താല്പര്യമുള്ള ആളല്ല. അതുകൊണ്ടൊന്നും ഒന്നും നേടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളുമല്ല. ഞാൻ കൃത്രിമം കാണിച്ച് വളർന്നു വന്ന ആളല്ല. സിനിമയിലായാലും ശരി, രാഷ്ട്രീയത്തിലായാലും ഞാൻ ഇന്നുവരെ ജീവിച്ച എല്ലാ വഴികളിലും കൃത്രിമം കാണിച്ചിട്ട് ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല. പോകാൻ ശ്രമിച്ചിട്ടുമില്ല. എനിക്കങ്ങനെ താല്പര്യമില്ല. ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നൊരു സാധാരണക്കാരനാണ്. ഞാൻ 19 വയസ്സിൽ സ്വന്തമായി അധ്വാനിച്ച് വളർന്നു വന്ന ആളാണ്. എനിക്ക് ഇന്നും ജോലി ചെയ്യാൻ വളരെ താല്പര്യമുള്ള ആളാണ്. മടി കൂടാതെ. അല്ല, ഇതൊന്നും താൽക്കാലികമായി നമ്മളെ സമൂഹമധ്യത്തിൽ അധിക്ഷേപിക്കാനും കരിവാരി തേക്കാനും ഉപയോഗിക്കാം. അത് കണ്ട് ചില ആളുകൾക്ക് ആസ്വദിച്ച് ചിരിക്കാൻ അവസരമുണ്ട്. അതൊക്കെ താൽക്കാലികമാണ്. അതിലൊന്നും കാര്യമില്ല. പലപ്പോഴും എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, മാധ്യമങ്ങളോട് എന്തുകൊണ്ട് ഒരു പത്രസമ്മേളനം വിളിച്ച് ഇത് ന്യായീകരിക്കുന്നത്. ന്യായീകരിക്കേണ്ട കാര്യമല്ല. ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കുന്നൊരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വരുന്നതനുസരിച്ച് അത് വിശദീകരിക്കപ്പെടും. അതാണ് നന്മ. അതിനുവേണ്ടി കാത്തിരിക്കുക. അല്ലാതെ പൊതുമധ്യത്തിലേക്ക് വലിച്ചഴിച്ചവരാണ് അതിൽ പശ്ചാത്തപിക്കേണ്ടത്. ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. എങ്കിലും ഞാൻ പൊതുരംഗത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തതിൽ തെറ്റു പറയാൻ പറ്റത്തില്ല. പക്ഷേ പൊതുമധ്യത്തിലേക്ക് കുടുംബകാര്യങ്ങൾ വലിച്ചെറിക്കണോ, അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്കെതിരെ ഇതുപോലുള്ള സീനുകൾ ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മക്കൾ തന്നെയാണ്. അത് നമ്മൾ മറ്റ് ചില സ്ഥലങ്ങളിൽ ഈ അടുത്ത കാലത്ത് കണ്ടു. ഒരു പിതാവിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി സുപ്രീം കോടതി വരെ ചില ആളുകൾ പോവുകയും അപമാനിതരായി മടങ്ങുകയും ചെയ്തു. കാരണം ബഹുമാനപ്പെട്ട കോടതി എന്നിട്ട് മറുപടി വളരെ നല്ല മറുപടിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് പൊതുനിരത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നവരാണ്. നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നവരാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ഇക്കാര്യത്തിൽ എല്ലാവരും മനസ്സിലാക്കണം. നടൻ സെയ്ഫ് അലി ഖാന് കുത്തേറ്റ സംഭവത്തിൽ പ്രതി മുംബൈ വിട്ടതായി സംശയം. ഇയാൾ ഗുജറാത്തിലേക്ക് കടന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് ഇത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നത്. അന്വേഷണ സംഘം ഗുജറാത്തിലേക്ക് പുറപ്പെട്ടു. അതേസമയം മഹാരാഷ്ട്രയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. പ്രതിയുടെ പുതിയ ചിത്രം പോലീസ് പുറത്തുവിട്ടിരുന്നു. കുറ്റകൃത്യത്തിന് ശേഷം പ്രതി വീടിന് പുറത്തെത്തി വസ്ത്രം മാറിയാണ് രക്ഷപ്പെട്ടത്. ഇയാൾ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ നീല ഷർട്ട് ധരിച്ചെത്തിയ ചിത്രങ്ങളാണ് പുറത്തായത്. ഇതോടെയാണ് ഇയാൾ ട്രെയിനിൽ ഗുജറാത്തിലേക്ക് കടന്നതായി പോലീസിനെ സംശയം ബലപ്പെട്ടത്. സെയ്ഫ് അലി ഖാനെ കുത്തേറ്റ സംഭവത്തിൽ ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചയാളെ ഇന്ന് വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാൾ നൽകിയ മൊഴികളിലുണ്ടായ സംശയത്തെ തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തത്. സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ മരപ്പണിക്കാരനായി ജോലി ചെയ്ത കരാറുകാരനെയാണ് പിടികൂടിയത്. ആക്രമണം നടക്കുന്നതിന്റെ ഒരു ദിവസം മുൻപ് തന്റെ ഭർത്താവ് 4 പേരുമായി സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ പോയിരുന്നുവെന്ന് ഭാര്യ പോലീസിനെ മൊഴി നൽകിയിരുന്നു. അന്ന് തന്നെ മരപ്പണി തുടങ്ങിയെന്നും മൊഴി നൽകിയിരുന്നു. കേസിൽ ഇതുവരെ 20-ലധികം പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. സെയ്ഫ് അലി ഖാന്റെ വീട്ടിലെ ജീവനക്കാരുടെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തി. ബാന്ദ്രയിലെ ഹൈറൈസ് അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറിയ ആളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. നടൻ അപകടനില പൂർണ്ണമായും തരണം ചെയ്തുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. നടന്റെ ആരോഗ്യനില മെച്ചപ്പെട്ട സാഹചര്യത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് ഇന്നലെ മാറ്റിയിരുന്നു. ആരോഗ്യനില തൃപ്തികരമാണെന്നും ചികിത്സ തുടരുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. അതിനിടെ കഴിഞ്ഞ ദിവസം നടൻ സെയ്ഫ് അലി ഖാനെതിരായ ആക്രമണത്തിൽ നടിയും പങ്കാളിയുമായ കരീന കപൂറിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. വീട്ടിൽ നിന്ന് ഒന്നും മോഷണം പോയിട്ടില്ലെന്ന് കരീന മൊഴി നൽകി. മകനെ രക്ഷിക്കാനാണ് സെയ്ഫ് അലി ശ്രമിച്ചതെന്നും കരീന പറഞ്ഞു. മോഷണത്തിന് മുതിരാതെ അക്രമി സെയ്ഫിനെ 6 തവണ കുത്തുകയായിരുന്നുവെന്നും കരീന പറഞ്ഞു. സംഭവ സമയത്ത് കരീനയും മക്കളും സുരക്ഷയ്ക്ക് വേണ്ടി 12ാം നിലയിലേക്ക് കയറി നിന്നുവെന്നും കരീന പറയുകയുണ്ടായി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതിയായ മുഡ ഭൂമി കേസിൽ
300 കോടി രൂപ വിപണി മൂല്യമുള്ള സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടി ഇഡി. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമാണ് സ്വത്തുക്കൾ കണ്ടെടുത്തത്. കേസിൽ സിദ്ധരാമയ്യ 1-ാം പ്രതിയും ഭാര്യ BM പാർവതി 2-ാം പ്രതിയുമാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് നഷ്ടപരിഹാരം നൽകുന്നുവെന്ന പേരിൽ നിയമവിരുദ്ധമായി ഭൂമി അനുവദിച്ചതിൽ മുൻ മുഡ കമ്മീഷണർ DB നടേശിന്റെ പങ്ക് നിർണായകമാണെന്ന് ED പ്രസ്താവനയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് അനുവദിച്ച 14 സൈറ്റുകൾ പുറമെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് നഷ്ടപരിഹാരമായി മുഡ അനധികൃതമായി അനുവദിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതുവഴി ലാഭവും കണക്കിൽപ്പെടാത്ത പണവും ഉണ്ടാക്കിയെന്നും ED പറയുന്നു. സ്വാധീനമുള്ള വ്യക്തികളുടെയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുടെയും ബിനാമി വ്യക്തികളുടെ പേരിൽ ഭൂമി അനുവദിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. മുഡ കമ്മീഷണറായിരുന്ന GT ദിനേശ് കുമാറിന്റെ ബന്ധുക്കളുടെ പേരിൽ വസ്തു വാങ്ങുന്നതിനും ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും സഹകരണ സംഘം വഴി പണം തട്ടിയതായും ED വ്യക്തമാക്കി. സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് മുഡ മൈസൂരിൽ 14 പാർപ്പിട സ്ഥലങ്ങൾ അനുവദിച്ചു നൽകിയതിൽ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. സഹോദരൻ മല്ലികാർജുൻ വാങ്ങി പാർവതിക്ക് നൽകിയതാണ് 3.16 ഏക്കർ ഭൂമി. ഇത് മുഡ ഏറ്റെടുക്കുകയും പകരം മൈസൂരുവിലെ വിലയേറിയ സ്ഥലത്ത് പാർപ്പിട സ്ഥലങ്ങൾ നൽകുകയും ചെയ്തെന്നാണ് പരാതി. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.